രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളൊക്കെ പുറത്തു വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു കോൺഗ്രസിന് നല്ല അസല് പണിയാണ് കിട്ടിയെന്ന്. എന്നാ കേട്ടോ, അതിലൊന്നും തളർന്നു പോകുന്നവരല്ല ഈ കോൺഗ്രസ്സുകാർ. അവരുടെ യഥാർത്ഥ ഐക്യം എന്താണെന്ന് എല്ലാരും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എന്റെ പ്രശ്നമല്ലല്ലോ. ശരിയാണ് രാഹുൽ ഏട്ടായി, നിങ്ങളുടെ പാർട്ടിനെ കുറിച്ചും ആ പാർട്ടിയിലെ നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചും ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു വിഷയം വരുമ്പോ 100 അഭിപ്രായം വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ സ്വഭാവം ഇവിടെയും തെറ്റിച്ചിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം. അപ്പൊ ധൈര്യമായിട്ട് എഴുതി കൊടുക്കണം. കാരണം എന്താണെങ്കിലും സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, ആരാണെങ്കിലും. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പെഷ്യൽ സെൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങേണ്ടി വരും. അല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്നേഹം വേണോ എന്ന് ചോദിച്ചെടുക്കാൻ ആകെ ഒരു രാഹുൽ ഏട്ടായി അല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ധൈര്യമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകണം. എല്ലാ സമൂഹം അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാൻ കോൺഗ്രസിന് ഒരാളെങ്കിലും ഉണ്ടായല്ലോ, സന്തോഷായി എന്ന് പറയാൻ പോവാണോ? ഇനിയാണ് ട്വിസ്റ്റ്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങാം. ദാറ്റ് മീൻസ് ഇറക്കൊപ്പം നിൽക്കുകയും ചെയ്യും, ആരോപണ വിധേയന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണല്ലേ. സൈലൻസ്. അടുത്തതായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ്. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുക. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ്. ഓ മൈ ഗോഡ്, കിഡ്നി ടച്ചിങ് സ്റ്റോറി. അങ്ങനെ ആർക്കും കണ്ടെത്താനാകാത്ത ആ നഗ്നസത്യം സുധാകരൻ സാർ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാഹുൽ ഏട്ടായിനെ പോലെ ഇത്രയും വിശുദ്ധനായ മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓ, അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിൽ സുധാകരൻ സാറിന്റെ നെഞ്ചു കിടന്ന് പെടയാണ്. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം, അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം. ഇതൊന്നും അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്നൊരു പൂമ്പാറ്റ ജീവിതം. അപ്പൊ സുധാകരൻ സാറിന്റെ വകയുള്ള വിശുദ്ധനാക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ചോദിക്കാണ്, അവസാനം പുറത്തു വന്ന ശബ്ദ സംഭാഷണം നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്ന? ഇല്ല, എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതൊന്നും കാണേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ. ചുരുക്കി പറഞ്ഞ രാഹുൽ ഏട്ടായിയുടെ കാര്യത്തിൽ ആർക്കും ഒരേ അഭിപ്രായം ഇല്ല എന്ന് സാരം. മൂപ്പർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടും പുള്ളി ഒരു സൈഡിൽ മരിച്ചു കിടന്ന് പ്രചാരണം നടത്തണട്ടാ. പാർട്ടി സസ്പെൻഷൻ കൊടുത്തിട്ടും പുള്ളി അങ്ങനെയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കണം. ജനാധിപത്യ പാർട്ടിയോ ആരും മാറ്റിനിർത്താൻ പറ്റില്ല. അതുകൊണ്ടാ അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല. പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണോ പുതിയ കുത്തിത്തിരിപ്പ്? കൊള്ളാലോ, നല്ല രസമുണ്ട്. ഒരു വിഭാഗം നേതാക്കള് രാഹുൽ ഏട്ടായിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുല് പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വം എന്തായാലും നോക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവാ? എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പോകുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകരെ, UDF പ്രവർത്തകരെ, നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. ഇനിയും പുതിയ വിവരങ്ങൾ വരും. അവര് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. രാഹുൽ വിഷയത്തിൽ ഇടത് പക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്ര കണ്ട് പ്രതിഷേധം പോരാന്ന് പൊതുവെ ഒരു വിമർശനം ഉണ്ടല്ലോ ഇവിടെ. അതെന്താ അങ്ങനെ? ഞങ്ങൾക്ക് ഈ മാതിരിയുള്ള അശ്ലീല കാര്യങ്ങൾക്കൊന്നും വേണ്ടി സംസാരിച്ച് കളയാൻ സമയമില്ല. എന്നാലും BJPയുടെ ഭാഗത്തുനിന്ന് എന്നും പ്രകടനമൊക്കെ ഉണ്ടാവുമ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും കാണാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ. ഏത് പ്രതിഷേധം എന്ന് പറയുന്ന ഒരാളെ കായികമായി നേരിടലല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിനേക്കാൾ വലുതല്ല മറ്റൊരു പ്രതിഷേധവും. ഭാഗ്യം ഈ സൈഡ് ആർക്കും ഒന്നും മനസ്സിലാവാത്തോണ്ട് ഇവരുടെ കാര്യത്തിൽ
കാര്യത്തിൽ രാഹുലേട്ടായി സേഫ് ആണ് കേട്ടാ. സത്യത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കുന്നത്? ഞാൻ നിങ്ങളാരെല്ലാം വ്യക്തിപരമായി പറയല്ല, എന്തിനാണ് പ്രതികരണം എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. പാവം, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഒരു വിശുദ്ധനെ എല്ലാരും കൂടി ഇങ്ങനെ ഏറിക്കേറ്റുമ്പോ എത്ര വിഷമിക്കുണ്ടാവുക പാവം. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പിന്നൊറ്റയ്ക്ക്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ ഈ വിഷയത്തിലും തുടരുന്ന സ്ഥിതിക്കും ഞാനും പ്രചാരണത്തിന് ഇറങ്ങുന്ന രാഹുലേട്ടായി വെല്ലുവിളിച്ച സ്ഥിതിക്കും വരാൻ പോണ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താവുന്ന നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.